കാരവൻ ടൂറിസത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ അത് സമയമെടുത്ത് തന്നെ വരുന്നതാണ്. അതിന് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ സ്റ്റേറ്റ് അതുമായി മുന്നോട്ട് വന്നതിന് കണ്ടുകൊണ്ട് പല സ്റ്റേറ്റിൽ നിന്നും ആളുകൾ വന്നത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ കാരവൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ കാരവൻ പാർക്കുകൾ അനിവാര്യമാണ്. അപ്പോൾ ആ പാർക്കുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ KTDC തന്നെ മുൻകൈ എടുത്ത് ചിലയിടങ്ങളിൽ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൊന്മുടി അതിമനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആ പൊന്മുടിയിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തെ വികസിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ അവിടെ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ടൂറിസം ഗസ്റ്റ് ഹൗസ്, മനോഹരമായ ഗസ്റ്റ് ഹൗസ് വരാൻ വേണ്ടി പോകും. PWD റെസ്റ്റ് ഹൗസ് നവീകരിച്ചു. അതിന് തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലം അവിടെ ജനങ്ങളൊക്കെ പറയുന്ന MLAയും ശ്രദ്ധപ്പെടുത്തിയൊരു കാര്യം, അതൊരു കാരവൻ പാർക്കാക്കി മാറ്റാനാകുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ഡിസ്കഷനിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളെ പരമാവധി ഉപയോഗിച്ച് നമുക്ക് വലിയ റിസൾട്ട് ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ സഞ്ചാരികൾ വരുമ്പോൾ അവർക്ക് ഇൻഫർമേഷൻ നൽകുന്ന നിലയിലേക്കുള്ള ഇൻഫർമേഷൻ കിയോസ്കുകൾ സ്റ്റാർട്ടപ്പ് മിഷനായി ചേർന്നുകൊണ്ട്, അതായത് ഇപ്പോൾ വിദേശ സഞ്ചാരികൾ വരുമ്പോൾ ഇപ്പോൾ ഫ്രഞ്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഭാഷകൾ, ആ ഭാഷകൾ അറിയുന്ന നിലയിലേക്കുള്ള മാർക്കറ്റിങ്ങും കൊണ്ടുവരാനും കാരവണ്ണെ വികസിപ്പിക്കുന്ന നിലയിലേക്കുള്ള ഇത്തരം കാരവൺ പാർക്ക് മറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരാനൊക്കെയുള്ള നിശ്ചയമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്.